എല്ലാവർക്കും നമസ്കാരം. വളരെ മലയാള സിനിമയിൽ ഒരു വർഷം 200ഓളം സിനിമകൾ ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് എത്ര സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ആഘോഷം നടത്താൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഭാഗ്യം ചെയ്ത സിനിമയും ഭാഗ്യം ചെയ്ത സിനിമാ പ്രവർത്തകരും ആണ് പ്രകമ്പനം ടീം. ഭാഗ്യം എന്ന് ഉദ്ദേശിച്ചത് ഒരു എന്താ പറയുക, വർക്കിൻ്റെ പെർഫെക്ഷനെ കുറിച്ചാണ്. ഞാൻ ഈ സിനിമ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു, സംവിധായകനോട് സംസാരിച്ചിരുന്നു. അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ഫൺ റൈഡായിരുന്നു ഈ സിനിമ. അത് ഒരിക്കലും അത് സിമ്പിൾ കാര്യമൊന്നുമല്ല. തമാശ ഉണ്ടാക്കുക, ചിരിപ്പിക്കുക. നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ കൊടുക്കുന്ന, ഞാൻ ഫാമിലിയായിട്ട് ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാമെന്ന് നമ്മൾ തീരുമാനിക്കുമെങ്കിൽ ആ സിനിമ അത്രയും നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെയാണ്. അപ്പോൾ അതുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇന്നിങ്ങനെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ സിനിമയുടെ സക്സസ് ആഘോഷിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു കൂടെ നിൽക്കാൻ പറ്റുന്നതൊക്കെ വലിയ സന്തോഷമായി കാണുന്നു. ഇതിൻ്റെ സംവിധായകൻ, എഴുത്തുകാരൻ, ഇത് നിർമ്മിച്ച കൂട്ടായ്മ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഒരുപാട് സന്തോഷം ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. നമുക്കറിയാം, ഒരു നല്ല സിനിമ അത് വിജയിക്കണമെങ്കിൽ ആ ഒരു ടീമിനെ വിശ്വസിച്ച, എൻ്റെ സംവിധായകനെയും എഴുത്തുകാരെയൊക്കെ വിശ്വസിച്ച പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണം. തീർച്ചയായും ഈ ഒരു സിനിമയ്ക്കും നല്ല കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വില മതിക്കാനാവാത്തത് തന്നെയാണ്. ഏറ്റവും നിറഞ്ഞ കയ്യടിയോടുകൂടി നവരസ ഫിലിംസിന്റെയും സ്റ്റോൺ ബെൻ സ്റ്റുഡിയോയുടെയും നിർമ്മാതാക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. With a big round of applause, let's welcome Srijit KS, Karthikeyan S and Sudesh N on stage. കയ്യടി പോരാട്ടെ, ഫ്രണ്ടിലിരിക്കുന്നവർ മാത്രം കയ്യടികളോ, പുറകിലുള്ളവരൊക്കെ. കാരണം ചിത്രത്തിന്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് ആണ് വേദിയിലെത്തിയിരിക്കുന്നത്. ആരാണ് സംസാരിക്കാൻ പോകുന്നത്? എല്ലാവരും സംസാരിക്കുന്നുണ്ടോ? പ്രായം കൂട്ടിയതുണ്ടാകുന്ന തോന്നുന്നു. എനിക്ക് മൈക്ക് തന്നു. ഞാനും മലയാള സിനിമയിൽ വന്നിട്ട് ഇപ്പം 25 വർഷമായി. എല്ലാവർക്കും മീശോനായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫിലിം. 25 വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ, മലയാള സിനിമയുടെ ഈ ഒരു നിൽക്കാൻ പറ്റാവുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. എന്നെ സ്നേഹിച്ച ഓരോരുത്തരെയും, ഞാൻ ചെയ്ത ഓരോ പടങ്ങളുടെയും സംവിധായകരുടെയും ആർട്ടിസ്റ്റിൻ്റെയൊക്കെ സപ്പോർട്ട്, ടെക്നീഷ്യന്മാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ പ്രകമ്പനവും ഇത്ര വിജയമാക്കിയത് നിങ്ങളെല്ലാവരുടെയും. ഞാനിപ്പോഴും മഹാരാജാസ് ഹോളും ഇവിടെ പോകുമ്പോൾ ആ ഹോസ്റ്റലിലേക്ക് നോക്കും, അവിടെ നമ്മുടെ പിള്ളേരൊക്കെ ഉള്ളത്. വളരെ സന്തോഷമാണ്. കാരണം കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങൾ മഹാരാജാസിൽ ഷൂട്ട് ചെയ്യുക, കഴിഞ്ഞ ജൂലൈയിൽ. ഇത്രയും സന്തോഷം ഈ പടം തിയേറ്ററിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നല്ല വിജയം തന്നു. അതിന് ഓരോരുത്തരെയും സപ്പോർട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് ഇതിൻ്റെ എല്ലാ ആർട്ടിസ്റ്റുകൾ, എല്ലാ ടെക്നീഷ്യന്മാരും, ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല കാരണം സമയപരിമിതി മൂലം. പിന്നെ തിയേറ്ററിൽ എത്തുന്ന സമയത്തും അതിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങൾക്ക് എല്ലാ ആർട്ടിസ്റ്റിനെയും സപ്പോർട്ടുണ്ടായിരുന്നു. തിയേറ്ററിലെത്തിയതിനു ശേഷവും ജനങ്ങളുടെ അത് കൈ നീട്ടി സ്വീകരിച്ചു. അത് നന്നായി പടം എക്സിബിറ്റ് ചെയ്യാൻ ഇവിടെ എല്ലാ തിയേറ്ററുകാരും, ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള എല്ലാ തിയേറ്ററുകാരെയും അകമഴിഞ്ഞ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ ഈ ഇത്രയൊരു സന്തോഷത്തിൽ ഒരു സങ്കടകരമായ കാര്യം, നമ്മുടെ കലാഭവൻ നമ്പാസ് വായ്പ നമ്മുടെ ഇവിടെ ഇല്ല എന്നുള്ളത് മാത്രമാണ്. അത് ചെറിയ വിഷമമുണ്ട്, അത് കൂടുതൽ പറയുന്നില്ല. പക്ഷേ നമ്മുടെ പടത്തിന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വലിയ കലാകാരൻ്റെ പടം പഠിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയൊരു സന്തോഷമുണ്ട്. അദ്ദേഹം നമ്മുടെ കൂടെ ഇന്നും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഞാൻ ശിരസ്സും. ഹലോ, ഇതിപ്പോൾ നമ്മൾ ഫാമിലി തന്നെയാണ് ഇവിടെ എല്ലാവരും ഉള്ളത്, ക്രൂ തന്നെയാണ്. എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക്സ് പറയേണ്ട ഒരു കാര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്, ഇത്രയും വലിയൊരു വിജയമാക്കിയതിന്. ഓൾ ദ ആക്ടേഴ്സ്, ക്രൂ മെമ്പേഴ്സ്, എവ്രി വൺ, താങ്ക് യു. നമ്മുടെ സ്റ്റോൺ ബെഞ്ചിൻ്റെ കാർത്തിക് സുബ്രാജ് സാറിൻ്റെ ഇവരെയും കൂടി കമ്പനി, കാർത്തിക് സാറിൻ്റെ സ്റ്റോൺ ബെഞ്ച് കമ്പനി. നമുക്കിവരെ കിട്ടിയത് നമ്മുടെ മലയാള സിനിമയുടെ ഞങ്ങളുടെ മാത്രമല്ല ഭാഗ്യമാണ്. തമിഴിലും തെലുങ്കിലും രജനി സാറിനെയും സൂര്യ പോലെയുള്ള വലിയ ആർട്ടിസ്റ്റിനെ വെച്ച് വലിയ പടങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഈ കുട്ടികളുടെ പടം ഞങ്ങളുടെ കൂടിയ വളരെ സന്തോഷം. നമ്മൾ ഇവരുമായിട്ട് വലിയ കാര്യങ്ങൾ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം വേണം. താങ്ക് യു. I would rather speak in Tamil. Thank you everyone for coming here. Actually, உண்மையான சக்ஸஸ் மீட் இது.
இப்போ நிறைய படங்களுக்கு வெள்ளிக்கிழமை சாயங்காலமே சக்ஸஸ் மீட் வச்சுருவாங்க, இல்லை திங்கக்கிழமை சக்ஸஸ் மீட் வைப்பாங்க. நாங்கள் ஆனால் ஒரு 5 மாதம் வெயிட் பண்ணி சக்ஸஸ் மீட் வச்சது காரணம் உண்மையிலே ஃபிலிம் இஸ் a huge success. It has trans lot of boundaries and ப்ராஃபிட்டபிள் ப்ரொடியூசர்ஸாக நாங்கள் இருக்கோம். இதுக்கு கண்டிப்பாக உங்கள் எல்லாருக்குமே நாங்கள் தேங்க்ஸ் சொல்லணும். நான் அது டீமாக இருக்கட்டும், இல்லை அது மக்களாக இருக்கட்டும், இல்லை ப்ரெஸ்ஸாக இருக்கட்டும், இல்லை மீடியாவாக இருக்கட்டும், இல்லை தியேட்டர் டிஸ்ட்ரிபியூட்டர்ஸ் எல்லாருமே ஐ திங்க் தே ஹவ் பிகம் ப்ராஃபிட்டபிள் as part of this film. ஏன்னா ஒரு படம் தயாரிக்கிறது வந்து அந்த ஈகோ சிஸ்டமில் எல்லாருக்குமே போய் ரீச் ஆனால் தான் மட்டும்தான் அந்த படம் சக்ஸஸ்ஃபுல்னு சொல்ல முடியும். அந்த டைரக்டர் வெல்கம். ஸோ அந்த விதத்தில் we are very very happy அண்ட் மலையாள சினிமாவில் கண்டினியூஸாக படம் பண்ணணும்னு ஆசைப்பட்றோம் அண்டு got a right partners for it. Stage it's ஸ்டேட்டா. ஸோ இந்த படத்துக்கு எப்படி நாங்கள் வெளியில் நின்று அந்த அழகை ரசித்து படம் பண்ணி ஜெயிச்சிருக்கோமோ அதே மாதிரி எல்லா படங்களையும் we'll stay out but we'll still be part of the industry. And thank you Malayalam cinema for accepting us and we believe we'll give good content as always. Thank you. വേറെ സന്തോഷം, നമ്മുടെ ഇതിൽ അഭിനയിച്ച എല്ലാ കുട്ടികളും ഗണപതിയും സാഗർ സൂരിയും അമീനും ശീതലും ബാക്കി ഓരോരുത്തരും ഉണ്ട്. പിന്നെ അസീസ് നെടുമങ്ങാടും പ്രശാന്ത് ഇവരൊക്കെ ഓൾറെഡി പണ്ട് വന്നാണ്. അവരൊക്കെ പുതിയ പുതിയ നല്ല പടങ്ങളിൽ വലിയ പടങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഗോകുലം ഗോപാലൻ്റെ ഒക്കെ വലിയ വലിയ പ്രോജക്റ്റുകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗണപതിക്കും അമീനും സാഗർ സൂരിക്കും ഒക്കെ പ്രത്യേക നിങ്ങൾ എല്ലാവരും വിജീഷ് അടുത്ത് ചെയ്യാൻ വേണം ഗോകുലം ഗോപാലൻ്റെ ഫിലിമാണ്. അങ്ങനെ എല്ലാവരും ഒരുപടി മേളിക്ക് പോകുന്നതിൽ അതെല്ലാവർക്കും മനസ്സിലൊരു സന്തോഷമുണ്ട്. പിന്നെ ഗണപതിക്ക് ബാലൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറിന് വലിയ പ്രത്യേക സല്യൂട്ട്. നമ്മൾ എല്ലാവരും ഒന്ന് കൈയിടിക്കട്ടെ. അത് അത്രയും മനോഹരമായൊരു ജോലിയാണ്. ബാലൻ ടീമിന് മൊത്തം എൻ്റെ അഭിനന്ദനങ്ങൾ. കൂടുതൽ ഗണപതിക്ക് പ്രത്യേകം. எல்லாரும் இப்போ நிறைய சம்பளமும் கேட்குறாங்க, அதனால கொஞ்சம் பார்த்து ப்ரொடியூசர்ஸ்க்கு ஹெல்ப் பண்ணால் இந்த மாதிரி நிறைய வெற்றி படங்கள் கொடுக்கலாம். ബഹുമാനരെ, അടുത്തതായി ഐശ്വര്യത്തിൻ്റെയും അറിവിൻ്റെയും വിജയത്തിൻ്റെയൊക്കെ പ്രതീകമായ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സക്സസ് മീറ്റ് ഔപചാരികമായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഇപ്പോൾ വേദിയിൽ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. നമ്മൾ ആക്ച്വലി നമ്മുടെ സംവിധായകൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളക്കുളത്തുനിന്ന് കുറച്ചൊന്ന് നീട്ടി വെച്ചത്. അപ്പോൾ എന്തായാലും നിറഞ്ഞ കയ്യടിയോടുകൂടി സിനിമയുടെ സംവിധായകൻ, ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്, please put your hands together for Shri Vijesh Panattur. വേദിയിലേക്ക് വിശിഷ്ടാതി എത്തിച്ചേർന്ന ജിയോ ബേബി സാറിനെ ഒരിക്കൽ കൂടി ഒന്ന് ബുദ്ധിമുട്ടിക്കുകയാണ്. സാർ ഒന്ന് സ്റ്റേജിലേക്ക് വരണം റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്തതായി തൻ്റെ ആദ്യ ചിത്രം തന്നെ ഹിറ്റ് അടിച്ച ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ശ്രീഹരി വടക്കൻ അദ്ദേഹത്തെ വേദിയിലേക്ക് നല്ലൊരു വീഡിയോ എടുത്തോണ്ട് സ്വാഗതം ചെയ്യാം. നമുക്കറിയാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ മികച്ചൊരു സ്ക്രിപ്റ്റ് തന്നെയാണ് അദ്ദേഹം ഒരുക്കിയത്. ശ്രീഹരി വടക്കൻ. ഇനി നമുക്ക് ചിത്രത്തിലെ പ്രധാന താരങ്ങളെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി ഏറ്റവും നിറഞ്ഞ കൈയടിയോടുകൂടി ഗണപതിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. ശ്രീ ഗണപതി എസ് പൊതുവാൾ. പ്രകമ്പനത്തിൽ സിദ്ധു എന്ന വളരെ രസകരമായ ക്യാരക്ടറിനെ അവതരിപ്പിച്ച നമ്മുടെ പ്രിയതാരം ഗണപതി. ഇനി അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പുണ്യാളൻ എന്ന കഥാപാത്രം വെറും ഒരു തുമ്മലിലൂടെ ചെമ്പോത്തമ്മ രുക്മിണിയമ്മയൊക്കെ ആയിട്ട് അതിഗംഭീരമായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് നമ്മളെ ഞെട്ടിച്ച പ്രിയതാരം സാഗർ സൂര്യ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കയ്യടി പ്ലീസ്. അടുത്തായി ശങ്കരൻ എന്ന വളരെ രസകരമായ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച അല്ലമീന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അല്ലമീന്റെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിങ് തന്നെയാണ് നമ്മൾ സിനിമയിൽ കണ്ടത്. അടുത്തായി നമുക്ക് വേദിയിലേക്ക് നമുക്ക് വേദുവിനെ സ്വാഗതം ചെയ്യാം അല്ലെ. നല്ലൊരു കൈഡിയോടുകൂടി ലെറ്റ്സ് വെൽക്കം ശീതൽ ജോസഫ്.
ഇതില് രാജേഷ് ചേട്ടന്റെ കഥാപാത്രം പറയാൻ ഞാൻ 2-3 തവണ പ്രാക്ടീസ് ചെയ്തു. സ്റ്റാൻസ്ലോവസ്കി. വേദിയിലേക്ക് നമുക്ക് നിറഞ്ഞ കൈയടിയോടുകൂടി നമ്മുടെ പ്രിയ താരം ശ്രീ രാജേഷ് മാധവനെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഒരു രക്ഷയില്ല, എല്ലാ സിനിമയിലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ സിനിമയിൽ നമ്മളെ ഞെട്ടിച്ചു. ക്ലൈമാക്സ് ഒന്നും പറയാനില്ല. അടുത്തായി നമുക്ക് വേദിയിലേക്ക് ഇവിടെ കുഞ്ഞികൃഷ്ണൻ സാർ അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഭദ്രദീപം തെളിയിക്കാം. ഓക്കെ, നമുക്കിവിടെ നമുക്കൊപ്പം ഇന്ന് സീനിയർ ആയിട്ടുള്ള ആക്ടർ നന്ദു പൊതുവാൾ ചേട്ടൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും നിറഞ്ഞ കൈഡിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. സുബിൻ ദാസിന്റെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സനീഷ് ചേട്ടനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കുറച്ച് തിരികെയുള്ളൂ, എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ തെളിയിക്കാം. ശ്രീ പ്രശാന്ത് അലക്സാണ്ടറിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് എനിക്കൊരു പ്രകമ്പനം ടീം പേരെടുത്ത് പറയാതെ തന്നെ വേദിയിലേക്ക് വരിക. നമുക്ക് ക്യാമറ കൈകാര്യം ചെയ്ത ആൽബിൻ ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം വേദിയിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുകയാണ്. മ്യൂസിക് നിറവേറ്റ ശ്രീ ബിബിൻ അശോകിനെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ചിത്രത്തില് ശരിക്കും അടിപൊളി ഗാനങ്ങളാണ്. ഷിൻസേട്ടിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പൊ നമുക്ക് ഇനി പ്രകമ്പനം ടീം പേരെടുത്ത് പറയാൻ തന്നെ ഇതിലേക്ക് വരാം. പ്രിയ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ സ്റ്റാർ ചേർന്നുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് മാജിക് ഫ്രെയിംസിന്റെ ലിസ്റ്റിൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ രാജീവ് ബോംബെ അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്കിനി ദീപം തെളിയിക്കുന്നതിലേക്ക് കിടക്കാം. അപ്പൊ എന്നാൽ നമുക്ക് വിളക്കിൽ നമുക്ക് ഏകദേശം 8 തിരിയുള്ള നമുക്ക് ഫുൾ ടീമുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രകമ്പനം ടീമിനും ഇഷ്ടാദികൾക്കും ചേർത്തുകൊണ്ട് കൈയടിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അപ്പോ ആദ്യ തിരി തെളിയിക്കുന്നതിന് വേണ്ടി ലിസ്റ്റിൻ സാറിനെ ക്ഷണിച്ചു. ലിസ്റ്റിൻ ഞങ്ങളുടെ കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ബഹുമാനപ്പെട്ട പ്രൊഡ്യൂസർ മറ്റേ പ്രസിഡൻ്റാണ്. മലയാള സിനിമയ്ക്ക് ഒരുപടി സൂപ്പർ ഹിറ്റ് പടങ്ങൾ തന്നതും ഇനി തന്നുകൊണ്ടിരിക്കുന്നതുമായ നമ്മുടെ പ്രിയപ്പെട്ട ലിസ്റ്റിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഒന്ന് കയറി നിൽക്കണം റിക്വസ്റ്റ് ചെയ്യാണ്. രണ്ടുപേരും ഒന്ന് സ്റ്റേജിലേക്ക് വരുന്ന. അടുത്തായി ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ 3 പേരും ചേർന്നുകൊണ്ട് അടുത്തായി ജിയോ ബേബി സാറിനെ ക്ഷണിച്ചോളൂ. അടുത്ത ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ വിജേഷ് പനത്തൂർ. അടുത്തായി എഡിറ്റർ ശ്രീ സൂരജ്, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ സൂരജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തായി നമ്മുടെ 3 സുഹൃത്തുക്കൾ ഒരുമിച്ച് അടുത്തൊരു ഗണപതി, അതുപോലെ സാഗർ സൂര്യ ആൻഡ് ലമീൻ. മൂന്ന് പേർക്കും ഒരുമിച്ച് ആൻഡ് 4 പേര് ഒരുമിച്ച് കയ്യടി, നല്ലൊരു കയ്യടി കൊടുക്കാം.
അടുത്തായി ആൽബി ചേട്ടൻ, സൂരജ് ചേട്ടൻ രണ്ടുപേരും ചേർന്നുകൊണ്ട് ബിബിൻ ചേട്ടൻ, എല്ലാവരും മൂന്നുപേരും ചേർന്നുകൊണ്ട് അടുത്ത തിരി തെളിയിക്കാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അടുത്തായി നന്ദു ചേട്ടൻ അടുത്ത തിരി തെളിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കനകൻ ചേച്ചി അടുത്ത തിരി തെളിയിക്കാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ബാക്കി എല്ലാവരും, നിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് അടുത്ത തിരി തെളിയിക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ബ്ലസ് ചേച്ചി അടുത്ത പ്രൊഡ്യൂസറായ ബ്ലസ് ചേച്ചി അടുത്ത തിരി തെളിയിക്കും. എല്ലാവരും ചേർന്നുകൊണ്ട് അടുത്ത തിരി തെളിയിക്കും. അങ്ങനെ ദീപം തെളിയിച്ചുകൊണ്ട് നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ഈ ഒരു സക്സസ് മീറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഒരു കൈയടി, കൈയടിച്ച് ബുദ്ധിമുട്ടാനുള്ള ഒരു ദിവസമാണ്. സോ താങ്ക് യു. അപ്പൊ എല്ലാവരും ചേർന്നുകൊണ്ട് നമുക്കൊരു ഗ്രൂപ്പ് പിക്ചർ കൂടി എടുക്കാം. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു. എല്ലാവർക്കും ഒന്ന് കയറി നിൽക്കാമോ? എല്ലാവരും ഒന്ന് കയറി നിൽക്കുക പ്ലീസ്. എല്ലാവരും Thank you very much. May I request Director Sri. അടുത്തതായി നമുക്കറിയാം, നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയ്ക്ക് ശേഷം ഹൊറർ കോമഡി എന്ന ജോണറിൽ വളരെ വ്യത്യസ്തമായൊരു പ്രമേയം അതിമനോഹരമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച പ്രകമ്പനത്തിന്റെ പ്രിയ സംവിധായകൻ ശ്രീ വിജേഷ് പനത്തൂർ. ഗുഡ് ഈവനിങ്. ഈ വൈകിയ വേളയിലും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കാൻ തീരുമാനിച്ച എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും അകമൊഴിഞ്ഞ് തന്ന ഒരു വിജയമാണ് പ്രകമ്പനത്തിൻ്റെ. അത് ആദ്യം തന്നെ ഓരോരുത്തരോടും ഞാൻ ഇതിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ച ടെക്നീഷ്യന്മാരും അടക്കം ആർട്ടിസ്റ്റ് എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമമാണ് ഈ പടത്തിൻ്റെ വിജയത്തിന് കാരണമായത്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നതാണ്, സിനിമ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം, അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ഒരു എന്താ പറയുക, പ്രൊഡക്റ്റാണ് സിനിമ. ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാത്രം ഒന്നും സംഭവിക്കില്ല. എല്ലാവരും അതിൻ്റെ കൃത്യമായിട്ടുള്ള ജോലികൾ കൃത്യസമയത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെയുള്ള നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. അടുത്തായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, താങ്ക് യു സർ, ചിരിയും സൗഹൃദവും അതുപോലെ കുറേ ടെൻഷനൊക്കെ ആയിട്ട് സിദ്ധു എന്ന ക്യാരക്ടറിനെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച നമ്മുടെ പ്രിയ താരം. നമുക്കറിയാം, ഓരോ ചിത്രത്തിലും വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ തന്റെ അഭിനയ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ യുവതാരം ഗണപതി എസ് പൊതുവാൾ വേദിയിലേക്ക് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇല്ലോടെ താമസിച്ചാലും വന്നു, ഷീൽഡെത്തി. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ പറയണ്ട, ഇത് എപ്പോഴും നടക്കുന്നൊരു പരിപാടിയല്ല, നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സൗഭാഗ്യമല്ല ഇങ്ങനെ ഒരു സക്സസ് മീറ്റ് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ പടം ചിലപ്പോൾ സക്സസ് ആയാൽ പോലും ചിലവർ മറന്നോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് ചില സെലിബ്രേഷൻസ് ഇങ്ങനത്തെ ഒരു ഷീൽഡ് തരാൻ മറക്കാറുമുണ്ട്. പക്ഷേ ഇത് എന്താ പറയണ്ടേ, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവാർഡ് പോലെയാണ് ഈ ഒരു സക്സസ് സെലിബ്രേഷൻ്റെ ഒരു ഷീൽഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ. അതെൻ്റെ വീട്ടിൽ
ആദ്യത്തെ ഷീൽഡ് എന്ന് പറയുന്നത് വിനോദയാത്ര 135 ദിവസം. അതിപ്പോഴും കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു എന്താ പറയണ്ടത്, ഒരു ഒരു ധൈര്യമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹോപ്പാണ്, അല്ലെങ്കിൽ ഒരു എനർജിയാണ്. നമ്മൾ വന്ന വഴിയിലൂടെ ഇങ്ങനത്തെ കുറച്ച് അംഗീകാരങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തർ, ഇപ്പോൾ ആക്ടേഴ്സ് അല്ലെങ്കിൽ പോലും ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള HODകൾക്ക് ഉപരി ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്ക് കിട്ടുന്നൊരു വലിയൊരു അംഗീകാരമാണ് ഈ സിനിമ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഒരു ഷീൽഡ് എന്ന് പറയുന്നത്. അത് തരാൻ കാണിച്ച മനസ്സ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സന്തോഷം. താങ്ക് യു. പിന്നെയും ഒരുപാട് അതുപോലെ സക്സസ് മീറ്റിന്റെ ഒക്കെ ഭാഗമായിട്ടെന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ശരിക്കും നമ്മളെല്ലാം എൻജോയ് ചെയ്ത ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. നിങ്ങൾ ശരിക്കും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും എൻജോയ് ചെയ്ത മൊമെന്റ് ഏതായിരുന്നു? അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ പല ഇന്റർവ്യൂകളിലും നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഇത് എല്ലാ ദിവസവും നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സിനിമ. കാരണം വെച്ചാൽ നമ്മളൊട്ടും എന്താ പറയണ്ട വിഷമിച്ച് വരുന്നൊരു ജോലിയായിട്ടല്ല നമ്മളെല്ലാവരും സിനിമയെ കണക്കാക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വന്ന് കിട്ടിയ ഒരു ജോലിയാണ്. നമുക്ക് ജോലി എന്ന് പറയാൻ പറ്റില്ല, ഒരു 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 പ്രൊഫഷനാണ് സിനിമ എന്നുള്ളത്. അത് അത്രത്തോളം പാഷനോട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാ മൊമെൻറ്റും നല്ലതാക്കാനേ നോക്കിയിട്ടുള്ളൂ. അത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. താങ്ക് യു വെരി മച്ച് ഗണപതി. താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മിനി സ്ക്രീനിലൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായി തുടർന്ന് പണി എന്ന സിനിമയിൽ വളരെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച് അതിനുശേഷം പ്രകമ്പനത്തിലെത്തിയപ്പോൾ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച പ്രകടനം കാഴ്ചവെച്ച ആരെയാണ് നമ്മളടുത്ത് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്? എക്സാക്ട്ലി. ചിത്രത്തിലെ പുണ്യാളൻ ചെമ്പോത്തമ്മ നേരത്തെ പറഞ്ഞൊരു തുമ്മലിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കഥാപാത്രമായി ട്രാൻസ്ഫോർമേഷൻ നടത്തിയ നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച none other than സാഗർ സൂര്യ നിറഞ്ഞ കൈയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വളരെയധികം കൈയടി കിട്ടിയ ഒരു കഥാപാത്രം തന്നെയായിരുന്നു. ഗണപതി ഇല്ലെങ്കിൽ ഞാൻ ഗണപതി പറഞ്ഞ പോലെ തന്നെ എല്ലാ പോയിന്റും പറഞ്ഞു. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. കാരണം എളുപ്പമല്ല ഒരു സിനിമ ഇപ്പം ഒന്ന് വിജയിച്ച് കിട്ടാന്ന് പറയുന്നത്. അതും അറിഞ്ഞറിഞ്ഞ് നമ്മുടെ തുടക്കത്തിൽ അധികം ആൾക്കാരൊന്നും വന്നിരുന്നില്ല. പിന്നെ ഓരോ ദിവസം കയറുമ്പോൾ നല്ല നല്ല റെസ്പോൺസും കാര്യങ്ങളും കിട്ടി. നമ്മുടെ ഈ കുഞ്ഞു സിനിമ വലിയൊരു സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് നാളത്തെ സ്ട്രഗിൾ, ഒരുപാട് നാളത്തെ യാത്രകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എന്തായാലും നവരസയാണെങ്കിലും സ്റ്റോൺ ബെഞ്ചിനാണെങ്കിലും അത്യാവശ്യം പൈസകൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയും അവർക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ആ സിനിമകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും അഭിനയിക്കാൻ പറ്റട്ടെ. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് വിജയശേട്ടനും ശ്രീഹരി ബ്രോയാണ് വീട്ടിൽ വന്ന് പറഞ്ഞത്. അപ്പം അന്ന് ഞാനത് ഓക്കെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അത് ചോദിച്ചു മേടിച്ച ക്യാരക്ടറാണ്. അപ്പം ഇങ്ങനത്തെ ഒരു വലിയൊരു ക്യാരക്ടർ എനിക്ക് തന്ന വിജയശേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഇതിലെ ഐക്കോണിക് തുമ്മല് സ്റ്റേജിൽ കാണിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കൊന്ന്. അയ്യോ, അത് വേണോ? അത് നല്ല രീതിയിൽ സേഫ് ആയിട്ട് നിൽക്കില്ല. ഇനി വെറുതെ ചുമ്മാ ബോറാക്കണോ? വേണ്ട. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാഗർ സൂര്യ. അടുത്തായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സൗഹൃദത്തിന്റെയും കോമഡിയുടെയും അതുപോലെ ഹോസ്റ്റൽ ജീവിതത്തിന്റെ ഒക്കെ മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച ചിത്രത്തിലെ ശങ്കരൻ എന്ന ഒരു കഥാപാത്രം വളരെ അനായാസമായി കൈകാര്യം ചെയ്ത അൽമീന വേദിയിലേക്ക് നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. ശരിക്കും ഹലോ, ഒരുപാട് സന്തോഷം. എന്താ പറയണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ട് വിജയ് ചേട്ടനോട് തന്നെ നന്ദി പറയാണ്. കാരണം ഇത്രയും വലിയൊരു പടത്തിൽ ഇത്രയും ത്രൂ ഔട്ടായിട്ട് വരുന്നൊരു വേഷം എൻ്റെ കയ്യിൽ തന്നതിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ശ്രീതേട്ടനോടും സുധീഷ് ചേട്ടനോടും കാർത്തി സാറിനോടും എല്ലായിടത്തും നന്ദി പറയാണ്. പിന്നെ ഇന്നൊന്നുമില്ല, ഇത്രയൊക്കെ പറയുള്ളൂ. നന്ദി. താങ്ക് യു. നമ്മളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തൊരു ക്യാരക്ടർ തന്നെയാണ്. എന്നറിയില്ല, ഞാൻ അല്ല ഇവരൊക്കെ പറയണായിട്ട് ഞാൻ ഇങ്ങനെ ഞെട്ടിത്തിരിച്ചിരിക്കുക. എന്തായാലും ഞാൻ ഈ സക്സസ് മീറ്റ് ഞാൻ കുറേ കാലമായിട്ട് ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക, പ്ലീസ് വെക്കി എന്നുള്ള. കാരണം എല്ലാവരും ഇതുപോലെ ഓരോ നല്ല സക്സസ് ആയിട്ടുള്ള ഫിലിം ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ എനിക്കും അങ്ങനെ ആഘോഷിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഫൈനലി
താങ്ക് യു ശ്രീജിത്തേട്ടാ, സുധീഷേട്ടാ, എല്ലാവർക്കും താങ്ക് യു ഇങ്ങനൊരു മീറ്റ് വെച്ചതിനും ഈ സിനിമയിൽ എൻ്റെ ഭാഗമാക്കിയതിലും. വിജിഷേട്ടാ, താങ്ക് യു സോ മച്ച് എന്നെ കാസ്റ്റ് ചെയ്തതിൽ. അതുകൊണ്ട് എനിക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സന്തോഷമുണ്ട് ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ. ഞാൻ കുറേ കാലമായിട്ട് സിനിമേൻ്റെ പുറകിലാണ്. ആദ്യമായിട്ട് ഇപ്പോഴെങ്കിലും ഒരു നല്ലൊരു മൊമെന്റ് വീട്ടിലോണ്ട് വെക്കാൻ പറ്റുന്നുള്ളൂ. സന്തോഷം, എൻ്റെ വായിൽ വെള്ളം എത്തി. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ, ഇങ്ങനൊരു ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ. ആദ്യം നന്ദി സുധീഷ് ചേട്ടൻ, നവരസ, ശ്രീചേട്ടൻ, കാർത്തിക് സാർ, എല്ലാവരോടും നന്ദി. പിന്നെ എന്താ, എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ. ഞാൻ ഇതിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തായ വിജേഷ്, ഒരുമിച്ച് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന സിനിമയിൽ വർക്ക് ചെയ്തത് തുടങ്ങിയ ആളാണ്. അതിൽ ചെറിയൊരു ആർട്ടിസ്റ്റായിട്ട് വന്ന ആളാണ്. ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു സക്സസ് മീറ്റിൻ്റെ കാരണക്കാരനായിട്ട് ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ അത് കാണാനും കൂടി ഉള്ള സന്തോഷം, അതിൻ്റെ സന്തോഷത്തിന് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എല്ലാവരോടും നന്ദി. ഈ വേഷം എന്നെ ഏൽപ്പിച്ചതിനും ഭയങ്കര താങ്ക് യു. അതൊരു ക്രൂഷ്യൽ സമയത്തുള്ളൊരു ക്യാരക്ടറായിരുന്നു. എന്തായാലും ഇത് പ്ലേ ചെയ്യാൻ കഴിഞ്ഞാലും ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. റഷ്യൻ ഭാഷയിൽ പറയണമെന്നുണ്ട്. ഞാൻ എൻ്റെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, എൻ്റെ പാർട്ട്ണർ. അയാൾ ഇന്ന് ഇല്ലാത്തതുകൊണ്ടുള്ള ചെറിയ ക്ലൈമാക്സ് ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. അത് ആദ്യം കേട്ടപ്പോ എന്താ ശരിക്കും തോന്നി? അങ്ങനെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കേട്ടതാണ്. എൻജോയ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. എനിക്ക് എന്താ ഒന്നും ആലോചിക്കണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ആൾക്കാർ. അപ്പോൾ കുറേ തോന്നിയവാസം ചെയ്തിട്ടുണ്ട് ക്യാരക്ടറിന്റെ ലൈഫില്. പക്ഷെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് എന്തായാലും. പക്ഷേ നമ്മുടെ പൊട്ടക്കത്തെ ലാസ്റ്റ് വരുമ്പോ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി തന്നെ പറയാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. സത്യസന്ധമായി പറഞ്ഞാൽ 2002 സിനിമ വന്നാണ് ഞാൻ. ആ കാലഘട്ടത്തിൽ ധാരാളം പുതുമുഖങ്ങളുടെ സിനിമ ഇറങ്ങിക്കൊണ്ടിരുന്നൊരു സമയമായിരുന്നു. നമ്മൾ എന്ന് പറയുന്നത് ഒരു കൂട്ട് പുതുമുഖങ്ങൾ വന്ന സിനിമ. ധാരാളം പുതുമുഖങ്ങൾ 2000-ങ്ങളിൽ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് പോസ്റ്ററിൽ തെളിഞ്ഞിരിക്കുന്ന തലയുമായിട്ടൊക്കെ വന്ന് ഒരു ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ നായകൻ നിരയിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് ഒരു അഡ്രസ്സ് ഭയങ്കര നിർബന്ധമായിരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ആരുടെയെങ്കിലും മക്കളോ അല്ലെങ്കിൽ സിനിമയിൽ തന്നെയുള്ള ആരുടെയെങ്കിലും ഒക്കെ നമ്മൾ നെപ്പോക്കറ്റ്സ് എന്ന് പറയും. പക്ഷെ അത് അവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. അത് മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ സിനിമ ഇന്ന് ഈ രീതിയിലേക്ക് വളരെയധികം മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു അഡ്രസ്സും ഇല്ലാത്ത സാഗർ സൂര്യ നായകനാവുന്നു, അമീൻ നായകനാവുന്നു, ഗണപതി നായകനാവുന്നു. ആ സിനിമയുടെ മെറിറ്റിൽ ഇത്രയും വലിയൊരു വിജയമായി മാറുന്നു. അതിൻ്റെ ആഘോഷം നടക്കുന്നു. ഈ മാറ്റം വളരെ സന്തോഷത്തോടെ ഞാൻ ഉൾക്കൊള്ളുകയാണ്. പ്രേക്ഷകരെ അഭിനന്ദിക്കുകയാണ് സിനിമയെ വിജയത്തിൽ എത്തിച്ചതിന്. പ്രകമ്പനം ടീമിന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, സന്തോഷത്തോടെ പറയുന്നു, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. നമസ്കാരം. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സിനിമകൾ കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അഭിനയിച്ച സിനിമ സക്സസ് ആവുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. ഇപ്പം ആ ഒരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഭാഗ്യം കൊണ്ടു തന്ന പടത്തിൻ്റെ സംവിധായകനും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ആദ്യം നന്ദി പറയുന്നു. പിന്നെ ദിനിൽ ശശി എന്ന് പറയുന്നൊരു ക്യാരക്ടർ എനിക്ക് എൻ്റെ റിയൽ ലൈഫുമായിട്ട് ഒരു സാമ്യമില്ലാത്ത ക്യാരക്ടറാണ്. എന്നാലും നന്നായി ചെയ്യാൻ സാധിച്ചതിൽ എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ആദ്യമായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ചില ആരോഗ്യ പ്രശ്നം കൊണ്ടാണ്. ഞാൻ ഈ സിനിമയിൽ വന്നത് തന്നെ കോമഡിയാണ്. പിന്നെ വിജയ് ചേട്ടനോട് നന്ദി, നവരസയോട്, സ്റ്റോൺ ബെഞ്ചിനോട്, പിന്നെ എന്നെ പോലെ റേഡിയോ കലാകാരനെ കൂടെ നിർത്തിയ വലിയ വലിയ ആർട്ടിസ്റ്റുകളോട് നന്ദി പറയുന്നു. എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് പ്രശാന്ത് ഏട്ടനും ഷിൻസേട്ടനും. എൻ്റെ വലിയൊരു വിജയമായി ഈ സിനിമയുടെ ഭാഗമായാലും അവരുണ്ടായിരുന്നു. രാജേഷ് ഏട്ടൻ,
പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് പ്രകമനത്തിന്റെ പേര് തന്നെ ബാലൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്നെ വിളിച്ച ഗണപതിക്ക് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വേറെ ഒന്നും പറയാനില്ല. ഇനിയുള്ള സിനിമകളിലും ഭാഗമാകാൻ കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. ഇതിന് ശേഷം നമ്മൾ ആദരിക്കൽ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഓക്കെ. ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും കൂടി നന്ദുവേട്ടനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. നന്ദുവേട്ടൻ പറയുന്നതായിരിക്കും. എനിക്ക് 2 മണിക്ക് വേണ്ട. എല്ലാവർക്കും നമസ്കാരം. ഒരു കയ്യടി തരാം. ഒരുപാട് സൂപ്പർ പടങ്ങൾ നടക്കുന്ന സമയത്ത്, സൂപ്പർ ആർട്ടിസ്റ്റുകളുടെ പടങ്ങളും വലിയ വലിയ കലാകാരന്മാരുടെ പടങ്ങൾ നടക്കുന്ന ആ സമയത്ത് അതിനെല്ലാം മറികടന്ന് സൂപ്പർ ഹിറ്റായ ഒരു പടമാണ് പ്രകമ്പനം. അതിലഭിനയിച്ച ഈ കലാകാരന്മാർക്കെല്ലാം വളരെയധികം നന്ദി. അവരെല്ലാം മിടുക്കരായ കലാകാരന്മാരാണ്. അവർക്ക് ഒരുപാട് ഭാവിയുള്ള കലാകാരന്മാരാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അതിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ, ഞാൻ സാധാരണ അങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിക്കാറുമുണ്ട്. എനിക്കിതിനകത്ത് അഭിനയിക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് വേറൊരു പടം കൂടെ നടക്കുന്നതുകൊണ്ട് ഒറ്റക്കൊമ്പൻ ആ 2 വയസ്സിൽ പോകുന്നതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞില്ല. അതിലൊരു വിഷമമുണ്ട്. പടം സൂപ്പർ ഹിറ്റാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം ആശംസകൾ. എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. ഞാൻ ഈ വർഷം വർക്ക് ചെയ്ത 2 പടങ്ങൾ ഹിറ്റാണ്. പ്രകമ്പനവും മോഹിനിയാട്ടവും. ഇനിയും ഇതുപോലെയുള്ള ഹിറ്റ് പടങ്ങളുടെ ഭാഗമാകാൻ സാധിക്കട്ടെ. അതിന് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അതിന് അവസരം തരും എന്നെനിക്കറിയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ വിജയിക്കുന്ന ചിത്രത്തിൻ്റെ ഭാഗമാവാൻ കഴിയാന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. ഡയറക്ടർ, പ്രൊഡ്യൂസേഴ്സ്, എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. പിന്നെ പ്രേക്ഷകർ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് എന്താ പറയുക, കുറച്ച് ത്രില്ലർ ടൈപ്പ് പടങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശരിക്കും ഒരു ജോണർ ഷിഫ്റ്റ് വന്നിട്ടുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിനെൻ്റെ പേര് തോന്നിപ്പിച്ചതിന് എന്തായാലും ശ്രീധരനോടും വിജേഷിനോടും എല്ലാവരോടും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദി പറയാണ്. എല്ലാവർക്കും താങ്ക് യു. നമസ്കാരം. ആദ്യത്തെ സിനിമ തന്നെ വലിയ വിജയമായതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് പഠിക്കാൻ പറ്റി. അപ്പം എല്ലാ ടെക്നീഷ്യൻസിനും ആക്ടേഴ്സിനും എല്ലാവരോടും നന്ദി. വിജയ് ചേട്ടനോടും പ്രൊഡ്യൂസേഴ്സിനും പ്രത്യേകം നന്ദി. ഇനിയപ്പം ഇതിലും നല്ല പടമായിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായി. താങ്ക് യു വെരി മച്ച്. കൈയ്യടി കൊടുക്കുക അവർക്കൊക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയൊരു സിനിമ നിർമ്മിക്കാനായിട്ട് ധൈര്യം കാണിച്ച അല്ലെങ്കിൽ മുന്നോട്ടിറങ്ങിയ അതിൻ്റെ നിർമ്മാതാക്കൾക്ക് ആദ്യമേ അഭിനന്ദനം പറയുകയാണ്. കാരണം ഞാനൊരു നിർമ്മാതാവ് കൂടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഡയറക്ടറുടെ വിജയമാണ്, ഡയറക്ടറുടെ ടീമിൻ്റെ വിജയമാണ്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും തീർച്ചയായിട്ടും ഗണപതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെയധികം സന്തോഷം. ഞാൻ കൂടുതൽ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. കാര്യം വേറെ ഒന്നുമില്ല, നമ്മുടെ ഒരു റിസ്ക് ഫാക്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബിസിനസ്സിൽ സേഫ് ആകും എന്നോർത്തിട്ടാണ്. സോ ഇപ്പോൾ കാലങ്ങൾ മാറി കണ്ടന്റിൽ ആണ് കൂടുതൽ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ, പ്രകമ്പനം പോലെയുള്ള സിനിമകൾ ഇനിയും വരട്ടെ. ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാവട്ടെ. ഇത് ആദ്യം എൻ്റെ ബിജുമോന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇരുന്ന ഒരു ടൈറ്റിലാണ് പ്രകമ്പനം. അത് കഴിഞ്ഞിട്ടാണ് വേറെ ടൈറ്റിലേക്ക് പോയത്. താങ്ക് യു. താങ്ക് യു സർ. എങ്കിലും നമുക്കറിയാം സിനിമയുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഭാഗം തന്നെയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നിറഞ്ഞ കയ്യടിയോടുകൂടി കലാഭവൻ നവാസക്കയുടെ കുടുംബാംഗങ്ങളെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദ്യം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കാം. സ്വാഗതം ചെയ്യും. അദ്ദേഹത്തിൻ്റെ മകനും ഫാദറുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. രണ്ടുപേരെയും ക്ഷണിച്ചു. കഴിമയിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചുകൊണ്ട് നമുക്ക് നവാസക്കയോടുള്ള ആദരവും സ്നേഹവും പ്രാർത്ഥനയൊക്കെ അറിയിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
അടുത്തതായി HODs ആദരിച്ചുകൊണ്ടാണ് നമ്മൾ തുടരുന്നത്. ആദ്യം തന്നെ നമ്മൾ ആദരിക്കുന്നത് മറ്റാരുമല്ല, ചിത്രത്തിന്റെ സംവിധായകൻ, സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ നിർവഹിച്ച ശ്രീ വിജേഷ് പനത്തൂർ. ലെറ്റ്സ് വെൽക്കം ഡയറക്ടർ ഓഫ് ദ മൂവി ശ്രീ വിജേഷ് പനത്തൂർ. അടുത്ത ചിത്രത്തിന്റെ നിർമ്മാതാക്കളെ ഓരോരുത്തരായി സ്വാഗതം ചെയ്യാം. ശ്രീ ശ്രീജിത്ത് KS വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീജിത്ത് KS. ശ്രീ Karthikeyan and Sri Sudesh N. Sir. Srijit KS, Sri Karthikeyan and Sri Sudesh. Thank you very much, sir. It's a wonderful movie. Thank you. Thank you very much, sir. Thank you very much. അടുത്തായി വേദിയിലേക്ക് co-producer ശ്രീ വിവേക് വിശ്വം IMP വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ വിവേക് വിശ്വം. താങ്ക് യു സർ. അടുത്തായി ശ്രീ വിവേക് വിശ്വം. ഞാൻ പെട്ടെന്ന് വായിച്ചു വിടുന്നതായിരിക്കും. ശ്രീ വിവേക് വിശ്വം. അടുത്തതായി co-producer ബ്ലസി ശ്രീജിത്ത്. അടുത്തതായി ശ്രീ ശ്രീഹരി വടക്കൻ. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയ ശ്രീ ശ്രീഹരി വടക്കൻ. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. അടുത്തതായി ചിത്രത്തിന്റെ DOP നിർവഹിച്ച ശ്രീ ആൽബി ആന്റണി. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ശ്രീ ആൽബി ആന്റണി. അടുത്തതായി എല്ലാവരും ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണം റിക്വസ്റ്റ് ചെയ്യാൻ. നമ്മുടെ ആ ഒരു മാർക്കിൽ നിന്നുകൊണ്ടാണ്. താങ്ക് യു ശ്രീ ആൽബി ആന്റണി. അടുത്തതായി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീ അഭിജിത്ത് സുരേഷ്. നല്ലൊരു കൈയ്യടിയെടുക്കാം. ശ്രീ അഭിജിത്ത് സുരേഷ്. ഞാൻ കൈയ്യടിയെന്ന് പറയാതെ തന്നെ എല്ലാവരും നന്നായിട്ട് കൈയ്യടിക്കണം. കാരണം ഓരോരുത്തരുടെയും ഹാർഡ് വർക്ക് ആണ് സിനിമയുടെ വിജയത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അടുത്തതായി സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ശ്രീ ബിപിൻ അശോക്. അടുത്തതായി ചിത്രത്തിന്റെ എഡിറ്റർ ശ്രീ സൂരജ് ES. എല്ലാവരും കഴിയുമെങ്കിൽ ഈ സൈഡിലൂടെ മുകളിലേക്ക് വരുന്ന നടൻ മാത്രമല്ല കാസ്റ്റിംഗ് ഒക്കെ നിർവഹിച്ച ഗണപതിക്ക് ഒരിക്കൽ കൂടി നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ആൻഡ് ഷീൽഡ് കിട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഏറ്റവും എൻ്റെ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നത് വിജേഷ് ചേട്ടൻ, ഇതിൻ്റെ ഡയറക്ടർ, ഇങ്ങനൊരു അവസരം തന്നതിൽ വിജേഷ് ചേട്ടനോടും ശ്രീഹരിയോടും എൻ്റെ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ആൻഡ് താങ്ക് യു സുധീഷ് ചേട്ടൻ, കാരണം വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഒരുപാട് സ്റ്റാർസിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് സുധീഷ് ചേട്ടൻ. അപ്പോൾ നമ്മളെപ്പോലുള്ള പുതിയ പിള്ളേരെ വെച്ചിട്ട് ഇങ്ങനൊരു പുതിയ പടം ചെയ്യാൻ കാണിച്ച ധൈര്യത്തിന് ഒരുപാട് നന്ദി. സ്നേഹം. ശ്രീ തിയേറ്ററിനോടും എൻ്റെ നന്ദി. കാർത്തിക് മച്ച, താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് ഗണപതി. അടുത്തതായിട്ട് ലെറ്റ്സ് വെൽക്കം സാഗർ സൂര്യ ഓൺ സ്റ്റേജ്. പ്രകമ്പനത്തിന്റെ സ്വന്തം പുണ്യാളൻ. ലെറ്റ്സ് വെൽക്കം സാഗർ സൂര്യ. കൈയടിക്കൂ, നല്ലൊരു ക്ലാപ്പ് ഇടുക. What a terrific performance, അല്ലേ?
താങ്ക് യു വെരി മച്ച്. അടുത്തതായി അല്ലമീനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ലെറ്റ്സ് വെൽക്കം അല്ലമീൻ ഓൺ സ്റ്റേജ്. താങ്ക് യു വെരി മച്ച്. അടുത്തായി രാജേഷ് മാധവൻ. ശ്രീ രാജേഷ് മാധവൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. അടുത്തായി ശീതൽ. ലെറ്റ്സ് വെൽക്കം ശീതൽ ജോസഫ്. ചിത്രത്തിലെ നായിക ശീതൽ. താങ്ക് യു വെരി മച്ച്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ശീതൽ ജോസഫ്. അടുത്തായി സുബിൻ ടാസൻ. ജനൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുബിൻ. താങ്ക് യു വെരി മച്ച് സുബിൻ. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അടുത്ത സനീഷ് പള്ളി. ചിത്രത്തിലെ അഗൈൻ കണ്ണൂർ കൊണ്ട സനീഷ്. താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും ഇതിൽ സംസാരിക്കാനുണ്ടെങ്കിൽ മൈക്ക് വാങ്ങാട്ടോ. നമുക്ക് സമയമില്ലാത്ത കാരണം എല്ലാവരെയും അങ്ങ് ഓരോരുത്തരായിട്ട് വിളിച്ചു വിടുന്നത്. പാർക്കിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മൈക്ക് വാങ്ങാം. ശ്രീ സനീഷ്. അടുത്തായി ഗായത്രി സതീഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. PP കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ അദ്ദേഹവും എത്തിച്ചേർന്നിട്ടില്ല. ശ്രീ അസീസ് നെടുമങ്ങാട് അദ്ദേഹവും എത്തിച്ചേർന്നിട്ടില്ല. അടുത്തതായി ലാൽ ജോസ് സാറ്, നമ്മുടെ പ്രിയ സംവിധായകൻ. നമുക്കറിയാം ചിത്രത്തില് നായികയുടെ അച്ഛനായിട്ട് ഒരു ക്യാമിയോ റോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ശ്രീ പ്രശാന്ത് അലക്സാണ്ടർ. പ്രശാന്ത് ഏട്ടനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രശാന്ത് ഏട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക്. ഓക്കെ, ഇവിടെയുണ്ട്. ഹോസ്റ്റൽ വാർഡൻ സന്തോഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ പ്രശാന്ത് അലക്സാണ്ടർ. അടുത്തായി കനകം ചേച്ചി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ചേച്ചിക്ക് നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ. ചേച്ചിക്ക് ഇവിടെ സന്നിധികരായിരിക്കുന്ന എല്ലാ കലാഹൃദയങ്ങൾക്കും സ്നേഹവന്ദനം. ലോകമെമ്പാടും പ്രകമ്പനം കൊള്ളിച്ച ഈ പ്രകമ്പനം എന്ന സിനിമയിലെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമാണ്. വിജയ് സാറിനും ഇതിൻ്റെ ടീംസിനും പ്രൊഡ്യൂസേഴ്സിനും ഈ പ്രകമ്പനത്തിലെ എല്ലാ അംഗങ്ങൾക്കും. പ്രൊഡ്യൂസേഴ്സിന് പറഞ്ഞില്ലെങ്കിൽ സിനിമ നടക്കത്തില്ല. ഓക്കെ, എല്ലാവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി. ഞാൻ കുടശനാട് ഗാനം. ചില്ലറക്കാരിയല്ല, നമ്മുടെ ഡയറക്ടർ ബേസിൽ, നടൻ ബേസിൽ, ജയ്ഹോല് ബേസിലിൻ്റെ അമ്മയല്ലേ. ബേസിലിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് ചേച്ചിയാണ്. ബേസിലൊക്കെ ചേച്ചിയുടെ പേര് പ്രത്യേകം പറയാറുണ്ട്. അപ്പോൾ ചേച്ചിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസിന് ക്ഷാമമൊന്നും ഉണ്ടാവില്ല. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് ചേട്ടാ. അടുത്തായി ശ്രീജിത്ത് സാറിന്റെ വേദിയിലേക്ക് തുടർന്നുള്ള മെമ്മന്റോസ് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അടുത്തായി ശ്രീ അഭിജിത്ത് സുരേഷ്. ദിവസം മുന്നെയാണ്, അവസാന നിമിഷമാണ് ഞാൻ വന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. വിജേഷ് ജിക്ക് അതിന് എൻ്റെ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തീർച്ചയായിട്ടും ശ്രീജിക്കൊക്കെ എൻ്റെ പ്രത്യേകം ഇങ്ങനൊരു വിജയമാകുന്ന സിനിമയിൽ എനിക്കൊരു അവസരം തന്നതിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളൊരു നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു ചേട്ടാ. അപ്പൊ അടുത്തതായി അനീഷ് ഗോപാൽ. നിതിൻ ബി അശോക്.